ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ചായ എടുപ്പോടുകൂടി ഇന്നത്തെ വീഡിയോ ആരംഭിക്കുക കേട്ടോ. അപ്പം ഇന്ന് വളരെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു. അപ്പോൾ കാറ്റ് വീശി വീടിൻ്റെ പുറകുവശം മുഴുവൻ കരിയിലയാട്ടോ. അപ്പോൾ കരിയില തൂത്ത് നമ്മൾ മടുക്കേ ഉള്ളൂ. അതുപോലെ കരിയിലയാണ്. കാറ്റ് വീശിയാൽ റബ്ബർ തോട്ടം കേട്ടോ മുകളിലേക്ക്. അപ്പോൾ അവിടെ നിന്നുള്ള കരിയില മുഴുവനും നമ്മുടെ മുറ്റത്തേക്ക് ചാടും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, രാവിലെ നമ്മൾ മുറ്റമടി തന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ജോലിയില്ലേ. അപ്പം ഞാൻ രാവിലെ തന്നെ മുറ്റടിയിലേക്ക് പോയി കേട്ടോ. അപ്പം വലിയ ചൂല് കൊണ്ട് തൂക്കാനും പറ്റില്ല, ഞാൻ ഉപേക്ഷിച്ച കുറ്റിച്ചൂലാട്ടോ ഇത്. ഈ ചൂല് കൊണ്ട് തൂത്താലേ ഈ കരികില നീങ്ങുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ ആ ഉപേക്ഷിച്ച ചൂല് തന്നെ പോയി എടുത്തു കേട്ടോ. പുതിയ ചൂല് കെട്ടിയത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു കേട്ടോ. അന്നേരം ഈ കുറ്റിച്ചൂലും കൊണ്ട് നല്ലോണം അമർത്തി തൂക്കണം. ഈ ചൂല് അമ്മ പറയും, ഇത് ഇത്ര പെട്ടെന്നാണ് ഈ ചൂല് തേഞ്ഞ് ഇത്രയായത്, അതുപോലെയാണല്ലോ നിൻ്റെ അടിച്ചു വാരലെന്ന് കേട്ടോ. ശരിക്കും ഞാൻ ഇങ്ങനെ അമർത്തി തൂക്കുന്നതുകൊണ്ട് എൻ്റെ ചൂലൊക്കെ വേഗം തേഞ്ഞ് തീരും കേട്ടോ. അപ്പം ഇന്ന് കുറേ പ്രത്യേകതകളുള്ള ദിവസം, ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. മുറ്റത്ത് കഞ്ഞിയൊക്കെ അടുപ്പയിലിട്ടു. കണ്ടില്ലേ, തീയൊക്കെ നല്ലോണം പാളി കത്തുന്നുണ്ട് കേട്ടോ അടുപ്പയിൽ. മുൻവശത്തേക്ക് പിന്നെ അധികം കാറ്റ് വീശിയില്ല. കണ്ടില്ലേ, നമ്മൾ ആ കെട്ടിയ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലൊക്കെ നിറച്ചും കരിയില്ല. കഴിഞ്ഞ ദിവസം ഞാനതൊന്ന് കൊട്ടി എടുത്തതേ ഉള്ളേ, പിന്നെ അതിൻ്റെ മുകളിൽ നിറച്ചും കരിയില വന്ന് വീണ് കിടപ്പുണ്ട് കേട്ടോ. മണ്ണാങ്കട്ടയും കരിയിലയും എന്നുള്ളൊരു പാട്ടൊക്കെ ആട്ടെ ഞാൻ ഈ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഈ നമ്മുടെ ഗൾഫിലുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുക കേട്ടോ. ഓരോ വീഡിയോയും അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള നമ്മുടെ വീഡിയോസൊക്കെ കാണാനും ഒക്കെ ഒത്തിരി താല്പര്യപ്പെടുന്ന ആൾക്കാരാട്ടോ. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് വീഡിയോ കാണുക കേട്ടോ. നിങ്ങളിടുന്ന കമൻറ്റൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും പ്രധാനപ്പെട്ടതുമാണ്. എനിക്ക് വീഡിയോ കാണുന്നതിലും ഇഷ്ടം എനിക്ക് അതിൽ കമൻറ്റുകളൊക്കെ വായിക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കമൻറ്റ് വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടായിരിക്കും ഓരോ വീഡിയോയും കാണുന്നത്. അപ്പോൾ കഞ്ഞിയൊക്കെ വെള്ളം അടുപ്പത്ത് വെച്ച് ഈ വെള്ളത്തിൽ നിന്നാണ്ട് നമ്മൾ ചൂടുവെള്ളം മുക്കുന്നത്. അപ്പം നമ്മുടെ പുകയില്ലാത്ത അടുപ്പെന്ന് പറഞ്ഞാൽ പുക പോണേ അടുപ്പാട്ടോ. തീവണ്ടി പോലെയാണ് ആ കുരുടീസ് കല്ലില്ലേ, അതിൻ്റെ സൈഡിൽ കൂടി പുക പോണത്. പിന്നെ പുട്ടാട്ടോ, പുട്ടിന് ഞാൻ കുഴച്ച് വെച്ചിട്ടാണ് പോയത്, വെള്ളമൊക്കെ തളിച്ച് വെച്ച്. പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി പൊടിച്ചെടുക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പൊടിയിരിക്കുവേ. അപ്പോൾ ഇങ്ങനെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഞാൻ പുട്ട് അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല, മിക്ക ദിവസം തന്നെ ചപ്പാത്തി ആയിരിക്കും. ചപ്പാത്തി കഴിച്ച് മടുത്തോണ്ട് കേട്ടോ ഇന്ന് പുട്ടിലേക്ക് മാറ്റി പിടിച്ചത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട്. പിന്നെ അതിനുണ്ടാക്കിയത് ഗ്രീൻ പീസ് കറിയാണ്. അതിൽ ഗ്രീൻ പീസ് ശരിക്കും വേവാത്തതാട്ടോ. അപ്പം ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് അരച്ച് ചേർത്ത് അതിൽ നിന്നെടുത്ത് കുറച്ച് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം ഇട്ടു. ഗ്രീൻ പീസ് ശരിക്കും അങ്ങോട്ട് വെന്ത് ചേരുന്നില്ല. പിന്നെ അടുത്ത കുറ്റി പുട്ടും അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ അമ്മ ഗ്രീൻ പീസ് കറിക്ക് കടുക് പൊട്ടിക്കുക കേട്ടോ, ചെറിയ ഉള്ളിലേക്ക് അരിഞ്ഞിട്ട്. കറിവേപ്പില എടുത്തു വെച്ചതില്ലായിരുന്നു, അതുകൊണ്ട് കറിവേപ്പില ഇട്ടില്ല കേട്ടോ. അപ്പം ഉള്ളിയൊക്കെ അരിഞ്ഞ്, ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് അതിനകത്തേക്ക് കടുകൊക്കെ മൂപ്പിച്ച് കടുകും താളിച്ചെടുത്ത്. അപ്പോൾ ഗ്രീൻ പീസ് കറിക്ക് അത്യാവശ്യം കൊഴുപ്പുമുണ്ട്.
പിന്നെ തേങ്ങാപ്പാലൊന്നും ചേർത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കറിയാക്കി വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തുണി അലക്കിയത് എന്താ വെച്ചാൽ രാവിലെ മുതൽ ഭയങ്കര മൂടൽ. ഇപ്പോഴേ അലക്കിയിട്ടില്ലെങ്കിൽ തുണി ഉണങ്ങിയല്ല. അതുകൊണ്ട് ഞാൻ രാവിലെ തുണി അലക്കലിന് നിന്നു കേട്ടോ. പിന്നെ കുറേ തുണികൾ കല്ലിലിട്ട് തിരുമ്പാനും പിന്നെ കുറച്ച് നല്ല തുണികളെ ഞാനിങ്ങനെ കല്ലിലിട്ട് തിരുമ്പി എടുക്കുകയുള്ളൂ കേട്ടോ. മോശം തുണികളെല്ലാം വാഷിംഗ് മെഷീനിലായിട്ട് ഇടുന്നത്. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കാൻ കട്ടിയുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടും കേട്ടോ. പിന്നെ നമ്മൾ നല്ല പെട്ടെന്ന് അലക്കിയാൽ കേടാകുന്ന സൈസ് നല്ല തുണികളൊക്കെ ഉണ്ടായില്ലേ, അതൊക്കെ ഞാൻ ഈ കല്ലിലോട്ട് തിരുമ്പിയെടുക്കും കേട്ടോ. അങ്ങനെയെല്ലാം തിരുമ്പിയെടുത്തിട്ടുണ്ട്. പക്ഷേ വെയിലിന് വലിയ ശക്തിയൊന്നുമില്ല. ഇന്ന് ഇതൊന്നും ഉണങ്ങി കിട്ടുന്ന ഒരു ലക്ഷണവും ഇല്ല കേട്ടോ. നമ്മുടെ ട്രെയർ കേടായതുകൊണ്ട് കേട്ടോ, ഞാൻ ഈ ട്രെയറിലിട്ടാലും വെള്ളം പോവില്ല, ട്രെയർ കേടാണേ. അപ്പം ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പിഴിയണേ. അന്നേരം അവിടെ കണ്ടില്ലേ ഒരു തുളസിത്തൈ, അത് താനേ മുളച്ച് വന്ന കേട്ടോ, വീടിൻ്റെ മുറ്റത്ത് മുൻവശത്ത് തന്നെ, നമ്മുടെ നടവാതിക്കെ തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത് തന്നെ മുളച്ചതല്ലേ, അത് അവിടെ നിൽക്കട്ടെ എന്ന്. കണ്ടില്ലേ ഞാൻ ബക്കറ്റ് വെച്ചതിൻ്റെ അടുത്ത് തന്നെ ഒരു തുളസിത്തൈയും മുളച്ചിട്ടുണ്ട് കേട്ടോ. വേലി കിട്ടുന്ന ഭാഗം നോക്കിയാണ് ഞാൻ ഇങ്ങനെ തുണികളൊക്കെ വിരിച്ചിടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ ഒരു അമ്മാവന് സുഖമില്ലായിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മാവനെയൊക്കെ കാണാൻ പോയി. അത് കഴിഞ്ഞ് വന്നപ്പോൾ അവിടുന്ന് കുറച്ച് ചെടികൾ കൊണ്ടുവന്നേ. അപ്പോൾ ചെടികൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ചെടികൾ കയ്യോടെ നട്ടു വെച്ചേക്കാം. അപ്പം അവിടെ ഈ വേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ വേസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ട് അതെല്ലാം കൂടി ഫുഡിൻ്റെ ആട്ടോ കൂടുതലും. മുട്ടയുടെ തോടൊക്കെ നല്ലോണം ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലവണ്ണമായിട്ടത് പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വേസ്റ്റ് ഇടുന്ന മറ്റേ വേസ്റ്റ് ബിന്നിലേക്ക് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം പാകമായിരിപ്പുണ്ട്. അപ്പം നമുക്കിതെടുത്ത് ചെടികൾക്ക് ഇടണം. വെണ്ടയ്ക്ക്, തക്കാളിക്ക്, വഴുതനയ്ക്ക് ഒക്കെ ഇടുകയും ചെയ്യാം. ഈ നടുന്ന ചെടികൾക്ക് ഇതൊരു വളക്കൂട്ടാവുകയും ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ നിന്ന് അത് കോരിയെടുത്തു കേട്ടോ, ഞാനും അമ്മയും കൂടി. പക്ഷേ അതിൻ്റെ വേസ്റ്റ് ആണെങ്കിലും അതിൻ്റെ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ, വലിയധികം സ്മെല്ലൊന്നും ഇല്ലേ. പക്ഷേ എനിക്കതിന് പുഴുവിനെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു അതിനകത്ത് പുഴുക്കളുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അതൊരു അറപ്പായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സാധനത്തിനൊരു സ്മെല്ലും ഇല്ല കേട്ടോ, നമ്മുടെ വേസ്റ്റ് തന്നെ പൊടിഞ്ഞ് ചാണാൻ പോലെ. പിന്നെ ആ മുട്ടത്തോട് മാത്രമേ ഉള്ളൂ പൊടിയാതെ അങ്ങനെ കിടക്കുന്നത്. അതൊന്ന് മെല്ലെ കത്തിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, കത്തിയും കൊണ്ടല്ല എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് പൊടിച്ച് അതിനകത്ത് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു അതിൻ്റെ കൂടെ മണ്ണ് ചേർത്താണ് വളം കൂട്ടുന്നതെന്ന്. അപ്പോൾ അമ്മ അത് മണ്ണും ചേർത്ത് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വരുന്ന ഈ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ ഫുഡിൻ്റെ കേട്ടോ ഇങ്ങനെ നമ്മൾ ആക്കി തീർത്താൽ നമുക്കിതൊക്കെ ചെടികൾക്ക്, സപ്പോട്ട, മാവ്, പ്ലാവ് ഇതിനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളമാണ് കേട്ടോ. പിന്നെ ജൈവ കൃഷിയായിട്ട് നമ്മൾ നടത്തുന്ന എല്ലാ വെണ്ട, വഴുതന അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികൾക്കും അത് നല്ലതാട്ടോ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് അതിൽ നിന്ന് നമ്മൾ വേസ്റ്റ് എടുത്തത് കേട്ടോ, ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നേ. അപ്പോൾ ഈ മണ്ണ് പലതരത്തിലുള്ള മണ്ണ്, കരികിലയൊക്കെ ഇട്ടാട്ടോ നമ്മൾ ചെടി നടുന്നത്. ആദ്യം അതിനകത്തേക്ക് കരികില ഇട്ട് കൊടുക്കും, പിന്നെ മണ്ണിടും, പിന്നെ ഈ നമ്മൾ ഈ ജൈവം വളം ഇതിട്ട് കൊടുക്കും, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കേട്ടോ. ആ രീതിയിലാട്ടോ നമ്മൾ നടുന്ന പാത്രം അല്ലെങ്കിൽ കവർ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്നുകൊണ്ട് എൻ്റെ അടുത്ത് ചട്ടിയൊന്നും ഇല്ലായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു നമുക്കിപ്പോൾ അതൊരു കവറിലാക്കാം, പിന്നെ അത് മുളച്ചൊക്കെ വന്നിട്ട് നമുക്ക് വേറെ ചട്ടിയിലേക്ക് മാറ്റി നടാം. ഇത് നമുക്ക് അത്യാവശ്യം തണലത്ത് വെക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഓരോ കവറുകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിലൊക്കെയാട്ടോ ചെടി നട്ടു വെച്ചേക്കുന്നത്. നല്ല നല്ല ചെടികളായിരുന്നു കേട്ടോ. ചെമ്പകം, റോസ്. ചെമ്പകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മെല്ലുണ്ടാകുന്നൊരു സൈസ് ചെടിയാട്ടോ. നട്ട് വെച്ച് പൂവുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഓരോ ചെടി നടുന്നതും ഇങ്ങനെ പയർ നടുന്നതും
കൃഷി സംബന്ധമായ എല്ലാം നടുന്നത്. അത്യാവശ്യം നല്ല കഷ്ടപ്പാട് ഉണ്ട് കേട്ടോ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിനാണേലും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നട്ടുന്നതിൻ്റെ ഇടയ്ക്ക് മോളും വന്നിരുന്നു. അവളും കുറച്ച് കുശലൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് സ്മെല്ലുണ്ടാകുമെന്ന് ഞാൻ അതിനൊരു സ്മെല്ലും ഇല്ല കേട്ടോ ആ പ്ലാന്റിന്. അത് നല്ലോണം ഇതായി തന്നെയാട്ടോ ഇരിക്കുന്ന പൊടിയൊക്കെ. പിന്നെ തണൽ എവിടെയാണെന്ന് നോക്കി അതൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞ് നമുക്ക് ഏത് സൈഡിലാണ് വെക്കേണ്ടത്. നമ്മുടെ വീടിൻ്റെ നാനാഭാഗത്തും വെയിൽ കൊണ്ട് ഒരു സാധനവും ചെടികളൊന്നും വെക്കാൻ സ്ഥലമില്ല കേട്ടോ. മുളച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും വെക്കാം. അതുവരെ നമ്മൾ എവിടെയെങ്കിലും തണലത്ത് കൊണ്ടുപോയി വെക്കുകയേ രക്ഷയുള്ളൂ കേട്ടോ. അത് അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള മണ്ണാണ് അതിനെടുത്തേക്കുന്നതെന്ന്. കവർ കൊടുത്തപ്പോൾ അമ്മ കവർ വെച്ചിട്ട് കാര്യമില്ല, കവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകില്ലേ, അപ്പം ചെടികൾക്ക് ഇളക്കം തട്ടും. അതുകൊണ്ട് അത്യാവശ്യം കട്ടിയുള്ള കവർ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ചെറിയ ചെറിയ അരിക്കവറിലാണ് ഇട്ട് വയ്ക്കുന്നത്. കണ്ടില്ലേ, കരികിലയിടും. അത് കഴിഞ്ഞ് പിന്നെ മണ്ണിടും. 2 സൈസ് മണ്ണാണ് ഞാൻ കൊണ്ടുപോയി വെച്ചേക്കുന്നത്. കുറച്ച് ചരലായിട്ടുള്ള മണ്ണുമുണ്ട്, കുറച്ച് പൊടി മണ്ണുമുണ്ട്, പിന്നെ നമ്മുടെ ജൈവവളം കേട്ടോ. അങ്ങനെ എല്ലാം കൂടി കൂട്ടിയായിട്ട് ഇടുന്നത്. അടി കരികിലയിടും. പിന്നെ പച്ചില ഇട്ട് കൊടുക്കുന്നത് നല്ല കേട്ടോ. കരികിലയ്ക്ക് പകരം പച്ചില ഉണ്ടെങ്കിൽ അതിങ്ങനെ നല്ലോണം അരിഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ. കണ്ടില്ലേ ചെമ്പകം നിൽക്കുന്ന ചെടി, ആ ചെടികളൊക്കെ ആട്ടോ ഞാൻ കൊണ്ടുവന്നത് ആ കവറിലുള്ളത്. എല്ലാ ചെടിയും നമ്മൾ എല്ലായിടത്തും കാണുമ്പോൾ ഓർക്കും ഇത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞ് അവിടെ ഉണ്ടായ പോലെ നല്ലോണം ഉണ്ടാകുമെന്ന് വിചാരിച്ചല്ലേ നമ്മൾ ഓരോ തൈയും കൊണ്ടുപോയി വെക്കുന്നതല്ലേ. ഇപ്പോഴാട്ടെ ഞാൻ ചെടിയൊക്കെ എനിക്ക് ചെടിയൊന്നും അധികം നടാൻ പറ്റിയിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇനി എനിക്ക് ചെടിയൊക്കെ നട്ട് ഉണ്ടാക്കണമെന്നുണ്ട് കേട്ടോ. ചെമ്പകം എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? അത് ചെമ്പകം എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ അറിയപ്പെടുമെങ്കിലും ഇത് യഥാർത്ഥ ചെമ്പകം ആണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ റോസ്, വെള്ള റോസ്, കടലാസ് റോസ്, ബോഗൺവില്ല എന്ന് പറയില്ലേ, അതൊക്കെ ആട്ടോ ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അമ്മ അതൊക്കെ ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, കവറെ കുത്തി. ഇനി നമ്മൾ ഇതൊന്ന് മുളച്ചൊരു തണലത്ത് വെച്ച് മുളച്ച് വെള്ളമൊക്കെ തളിച്ച് മുളച്ച് വരുമ്പോൾ നമുക്കത് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിടണം കേട്ടോ. അവിടെയാണെങ്കിൽ നമ്മൾ നട്ട ചെടിയുടെ ഒക്കെ തണലുണ്ടാവും. പക്ഷേ തണൽ മാത്രം പോരല്ലോ, സൂര്യപ്രകാശം വേണമല്ലോ. ഒക്കെ കണ്ടാട്ടോ അങ്ങോട്ടൊക്കെ നീക്കിയിടുന്നത്, നീക്കിക്കൊണ്ട് ഓരോന്നിനെ ചൂട്ടി വയ്ക്കുന്നത്. പിന്നെ ഞാൻ നട്ട ചെടികൾക്കുള്ള തടം എടുത്തു കേട്ടോ. പയർ, ചീര, സപ്പോട്ട, വെണ്ട അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ തടം തുറന്ന് ഈ വളം അതിലേക്കും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നട്ടുവെച്ച ചെടികൾ നന്നായി വളർന്നോളൂ എന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാത്തിനും വളക്കുറവ് കാരണം എല്ലാം ഇച്ചിരി മുരടിച്ചൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഇനി എല്ലാത്തിനും വളം ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷെ നമ്മുടെ പയറില്ലേ യഥേഷ്ടം കായ്ക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും. അങ്ങനെ ഞാൻ എല്ലാത്തിനും തടം തുറന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ ചെടികൾക്കും നേരത്തെ നട്ടിരുന്ന ചെടികൾക്കും എല്ലാം അതിൽ കൂടി വളം നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. ഈ മിശ്രണ വളം മുട്ടത്തോട് ചേരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ പച്ചക്കറികളുടെയും മീനിൻ്റെയും എല്ലാം വേസ്റ്റ് ആയില്ലല്ലേ ചേരുന്നത്, ഒഴിക്കുന്നതിൻ്റെയൊക്കെ. അതുകൊണ്ട് നല്ല സമ്പുഷ്ടമായ ഒരു വളമാണ് തന്നെയായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്ന്, എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അറിയാം കേട്ടോ. അപ്പം ഇനിയും എന്നെ കാണാത്ത കൂട്ടുകാരും എന്നെ അറിയാത്തവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കാണുക കേട്ടോ. ഞാനൊരു പ്രവാസിയായിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ കാണുന്നതിനെ പറ്റിയുള്ള ഇതൊക്കെ എനിക്ക് നല്ലോണം അറിയാം കേട്ടോ. അപ്പം അവിടെ ഇരുന്നും നമ്മുടെ നാട് കാണാൻ പറ്റാതെയും വീഡിയോ കണ്ടുമൊക്കെ ഞാനും ജീവിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോ കാണുമ്പോഴും അതൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ. അപ്പം നമ്മുടെ ഇക്കുറു കണ്ടില്ലേ,
അവളെ അഴിച്ചു വിട്ടതാട്ടോ മോന്. അപ്പോൾ അവളെല്ലാവരും മേത്ത് കയറാൻ വന്നേ. അവൾക്കിങ്ങനെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ കൂടെ കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.